വിശുദ്ധ സബനിയൂസ് ഇറ്റാലിയയിലെ പല നഗരങ്ങളിലും മെത്രാനായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടിച്ചമർത്തലിൽ വിശുദ്ധ സബനിയൂസും അദ്ദേഹത്തിന് ധാരാളം പുരോഹിതന്മാരും തടവിലാക്കപ്പെട്ടു. ജൂപ്പിറ്ററിന്റെ ഒരു പ്രതിമ വിശുദ്ധന്റെ കയ്യിൽ നൽകിക്കൊണ്ട് അതിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. വിശുദ്ധനാകട്ടെ നിന്ദാപൂർവ്വം ആ പ്രതിമ നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് ഇതിൽ കുപിതനായ വെനിസ്റ്റിനിയൂസ് വിശുദ്ധന്റെ 2 കരങ്ങളും മുറിച്ചു മാറ്റുവാൻ ഉത്തരവിട്ടു. സബനിയൂസിനെ കാരാഗൃഹത്തിലടക്കുകയും സെറോനോ എന്ന പേരുള്ള ഒരു വിധവ തന്റെ അന്ധനായ മകനെ വിശുദ്ധന്റെ പക്കൽ കൊണ്ടുവന്നു. കൈകൾ മുറിച്ച് നീക്കപ്പെട്ട വിശുദ്ധൻ അവരെ അനുഗ്രഹിക്കുകയും തൽഫലമായി ആ വിധവയുടെ മകന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന വിശുദ്ധന്റെ സഹതടവുകാർ ഉടനെ തന്നെ മാമോദിസ സ്വീകരിച്ചു. ഈ സംഭവം കണ്ണുകൾക്ക് അസുഖം മൂലം പീഡമനുഭവിച്ചിരുന്ന ഗവർണറായ വെനിസ്റ്റിനിയൂസിന്റെ മതപരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും പിന്നീട് ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവൻ നൽകിയതായി പറയപ്പെടുന്നു. സ്പോയിലേറ്റോയിൽ വെച്ച് വിശുദ്ധ സബനിയൂസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയും അവിടെ നിന്ന് 1 മൈൽ അകലം ചെയ്യുകയും ചെയ്തു. ഫെർമോ നഗരത്തിനടുത്തായി വിശുദ്ധന്റെ ആദരണാർത്ഥം ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും സ്പോയിലേറ്റോയിലെ മെത്രാനായിരുന്ന ക്രിസാന്തിയൂസിൽ നിന്നും വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ ഈ ദേവാലയത്തിനായി ആവശ്യപ്പെടുകയും ചെയ്തു. അഗാധമായ പാണ്ഡിത്യവും വിശുദ്ധിയും നിറഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം. വിശുദ്ധ ആംബ്രോസ് അദ്ദേഹത്തിന്റെ രചനകൾ പ്രസാദനത്തിനു മുമ്പ് വിമർശനത്തിനും തിരുത്തലുകൾക്കുമായി വിശുദ്ധ സബനിയൂസിന് നൽകുമായിരുന്നു.